morning. Good morning. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ സാര, വനിത. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഓക്കെ വനിത, താങ്ക് യു. ഓക്കെ ശിവകുട്ടൻ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വർഷം ആശംസിക്കുകയാണ് കേട്ടോ. ഏറ്റവും സന്തോഷവും സമാധാനം ഐശ്വര്യം കണ്ടിരിക്കുന്നതൊക്കെ ഒരു വർഷമാകുന്നത് രണ്ടാമത്. ഓക്കെ ഓക്കെ സാര. പിന്നെ വർഷത്തിലുള്ള എല്ലാ പോരായ്മകളൊക്കെ മാറ്റി പുതിയ നല്ല മാറ്റങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ. അല്ലെ അങ്ങനെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ പുതിയ വർഷമായിട്ട്? അങ്ങനെയാണോ? എടുത്തു. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ടേം എക്സാം? ടേം എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അറ്റൻഡ് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നോ റെസ്പോൺസ്. എന്താണ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ആരൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, റിസൾട്ട് വന്നോ? ഓക്കെ, എങ്ങനെയുണ്ട് മാർക്കൊക്കെ? ഓക്കെ, വെരി ഗുഡ്. നല്ല മാർക്കാണല്ലോ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞില്ലല്ലോ. റസീന, ശിവൻകുട്ടൻ, സാര, പിന്നെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങൾക്കൊന്നും പറയല്ലോ കേട്ടാ. റെസ്പോൺസ് ഒന്നും പറ്റി. നമ്മൾ ഒരു പുതിയ വർഷമാണ്. അപ്പൊ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് കുറച്ചും കൂടെ ഒരു എന്താണ് ഉത്സാഹത്തോടുകൂടി സംസാരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയല്ലേ വേണ്ടത്. ഇപ്പൊ നമ്മുടെ റിവിഷനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നോ? നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ എക്സാമിന്? എന്താണ് തോന്നിയത്? ഓക്കെ ആയിരുന്നു. വനിത മാത്രമാണ് റിപ്ലൈ തരുന്നത്. ഓക്കെ റസീന. ഓക്കെ, എന്താണ് എനിക്ക് എക്സാമത്തിന്റെ പറ്റില്ല. എന്ത് പറ്റി? എന്റെ എക്സാം എന്ത് പറ്റി? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ കോമ്പൻസേഷൻ, ലാസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. ഓക്കെ, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, അതിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. എന്താണ് റിവിഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നു കേട്ടോ. ഞാൻ കരുതി ന്യൂ ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താണ് എനർജറ്റിക് ആയിട്ടായിരിക്കും എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്? പിന്നെ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പരിചയപ്പെട്ടു. പിന്നെ കൺസെപ്റ്റ് അല്ലെ, കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് കോമ്പൻസേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരെ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ റിവാർഡ്സ് പാക്കേജ് ദാറ്റ് ഓഫേഴ്സ് ടു എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദെയർ വർക്ക് അല്ലെ. അതായത് ഈ പറയുന്ന എംപ്ലോയീസിന് നിന്നും നമ്മൾ കൈപ്പറ്റുന്ന അവരുടെ സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിനെയാണ് ഇവിടെ കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതെന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ റിവാർഡ്സ് പാക്കേജ് ആണ് അല്ലെ, ദാറ്റ് ഈസ് ഓഫേഴ്സ് ടു എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദെയർ വർക്ക് അല്ലെ. എംപ്ലോയീസ് അവർ ചെയ്യുന്ന, അവരിൽ നിന്ന് നമ്മൾ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ അവര് നൽകുന്ന സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലം അല്ലെ, അതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അതിനൊക്കെ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? എന്തെന്ന് സാമി ഇങ്ങനെ എന്താ അറിയില്ലായിരുന്നു. എക്സാം എന്നാണെന്ന് അറിയില്ലായിരുന്നോ? അങ്ങനെയാണോ പറയുന്നത്? വന്നപ്പോഴേക്ക് എക്സാം ടൈം കഴിഞ്ഞു. അതെന്ത് പറ്റി? എക്സാം എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നോ? എക്സാമിന്റെ ഡേറ്റ് അറിയില്ലായിരുന്നോ? ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ശ്രദ്ധിച്ചില്ലായിരുന്നോ? പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? അതിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നില്ലേ എക്സാം എന്താണെന്നുള്ളത്? അങ്ങനെയാണോ? അതോ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോ മനസ്സിലായില്ല എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇങ്ങനെയാണോ? അപ്പോ നമ്മൾ പറഞ്ഞത് യെസ്, കോമ്പൻസേഷൻ എന്താണെന്നാണ്. ഓക്കെ, ഇപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്നതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലെ? സാലറി ഉൾപ്പെടുന്നുണ്ട്, മറ്റു ബെനിഫിറ്റ്സുകൾ ഉൾപ്പെടുന്നുണ്ട്, ബോണസുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഇത് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സാലറി മാത്രമല്ല, സാലറി ഉണ്ടായിരിക്കും, ബോണസുകൾ ഉണ്ടായിരിക്കും, മറ്റുള്ള ഇൻസെന്റീവ്സുകൾ ഉണ്ടായിരിക്കും, ആനുകൂല്യങ്ങൾ എല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനൊന്ന് ഓൺമ്യൂട്ട് ചെയ്യാണ്. ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? നമ്മൾ 8 വരെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയോ എല്ലാവർക്കും? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ ഓക്കെ, വായിച്ചു നോക്കി അല്ലെ? എന്താണ് ശിവൻകുട്ടൻ എന്താണ് പറയുന്നത്? ഡേറ്റ് അറിയായിരുന്നു. ഓക്കെ, എക്സാമിന്റെ പാറ്റേണിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഓൺലൈൻ എക്സാം ആണ് കേട്ടോ. ഓക്കെ, ഓൺലൈൻ എക്സാം ആണ്. ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ എങ്ങനെയാണ്. ഇനി എങ്ങനെ അറിയാത്തതിന്റെ പേരില് എക്സാം ഇതാവരുത് കേട്ടോ. എന്താ നമ്മളിവിടെ പറയാറുണ്ട് എക്സാമിന്റെ പാറ്റേണും എങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് പറയാം. അപ്പൊ അതനുസരിച്ച് ഇനി എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമില്ലാതെ പോലെ നമ്മൾ എന്തായാലും പഠിക്കുന്നു അല്ലെ? നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. നമ്മളത് പാസ്സായി നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടേ? എന്നാലേ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളത് ചെയ്യണം കേട്ടോ. ഞാൻ ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഇനി അതറിയാത്തതിന്റെ പേരിൽ എക്സാം അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് കേട്ടോ. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്, എളുപ്പമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് അവര് നൽകുന്ന സേവനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. സാലറി ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, ഇൻസെന്റീവ്സുകൾ ഉണ്ട്, ഡിസ്കൗണ്ട്സുകൾ ഉണ്ട്, അങ്ങനെ എല്ലാവിധ ആനുകൂല്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എന്ത് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കമ്പോണൻസുകളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. കോമ്പൻസേഷൻ is the reward of remuneration paid to the employees in return for the service rendered. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് കോമ്പൻസേഷൻ ഉള്ളതിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ എംപ്ലോയീസ് ഇൻ റിട്ടേൺ ഫോർ ദ സർവീസ് റെൻഡേർഡ്. അവർ നൽകുന്ന സേവനങ്ങൾക്ക് നമ്മൾ പകരമായിട്ട് അവർക്ക് നൽകുന്ന ആ ഒരു റിവാർഡ്, ആ ഒരു പ്രതിഫലം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി such a compensation package includes both the monetary and non-monetary component. നമ്മൾ അവർക്ക് കൊടുക്കുന്ന റിവാർഡ്സ് എന്ന് പറയുന്നത് പണമായിട്ടുള്ള കാര്യങ്ങൾ, പണമായിട്ട് നമുക്ക് കൊടുക്കാം, പണമല്ലാതെ നമുക്ക് കൊടുക്കാം അല്ലെ? ഇപ്പൊ നമ്മൾ പണമായിട്ട്, അതാണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോണിറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ പണമായിട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ സാലറി കൊടുക്കും അല്ലെ, വേജ് കൊടുക്കും, ബോണസുകൾ കൊടുക്കും, അതൊക്കെ നമ്മൾ പണമായിട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് അല്ലെ. അതേസമയം നോൺ മോണിറ്ററി ആയിട്ട് കൊടുക്കുന്ന ധാരാളം ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഫ്രീ മീൽസ് കൊടുക്കാം,
അല്ലെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലബുകളിൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം, പിന്നെ അവർക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം, അല്ലെ? അതുപോലെ തന്നെ ട്രാവൽ അലവൻസുകൾ കൊടുക്കാം. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ട്രാവൽ അലവൻസ് അതിനകത്ത് വരില്ല കേട്ടോ. അല്ലാതെ നമ്മള് പണമല്ലാതെ നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങള്, അല്ലെ? അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി സംബന്ധമായിട്ട് കാറ് കൊടുക്കുക, ഫ്രീ മീൽസ് കൊടുക്കുക, അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക. അതൊക്കെ എന്താണ്? നോൺ മോണിറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്, അല്ലെ? അപ്പൊ മോണിറ്ററി ആയിട്ടും നോൺ മോണിറ്ററി ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയീസിന് നമുക്ക് ഈ പറയുന്ന റിവാർഡുകൾ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ എന്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? കോമ്പൻസേഷൻ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട 4 കമ്പോണന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, വേജ് ഓർ സാലറി, അല്ലെ? വേജ് ഓർ സാലറി, വേതനം അല്ലെങ്കിൽ സാലറി, അല്ലെ? ശമ്പളം. പിന്നെന്താണ് രണ്ടാമത്തത്? വേജ് ഓർ സാലറി നമുക്കറിയാലോ. വേജ് എന്ന് പറയുന്ന വേതനം, സാലറി ഇത് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടോ? പൊതുവെ നമ്മൾ സാലറി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് സാലറി എന്നാണ് നമ്മൾ പറയുക. സാലറി എന്ന ടേമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. ഒഫീഷ്യൽ പർപ്പസ്, അതായത് പർപ്പസ് അല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സാലറി എന്നാണ് പറയുന്നത്. അതേസമയം നമ്മള് വർക്കേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിന് പൊതുവെ നമ്മൾ വേജ് എന്നാണ് പറയുക, വേതനം എന്നാണ് പറയുക. രണ്ടും സെയിം തന്നെയാണ്. എന്നിരുന്നാലും പൊതുവെ നമ്മൾ സാലറിയിൽ ജോബിനൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ഒഫീഷ്യൽ എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ സാലറി എന്നാണ് പറയുക. അതേസമയം അല്ലാത്ത വർക്കേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വേജ് എന്നുള്ള ആ ഒരു ടേമാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ വേജ് ഓർ സാലറി. രണ്ടാമത് എന്താണ്? ഡിയർനെസ് ആൻഡ് അതർ അലവൻസസ് കേട്ടോ. ഡിയർനെസ് അലവൻസ്, DA എന്ന് നിങ്ങൾ കേട്ടിട്ടോ? നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ കണ്ടിട്ടില്ലേ? DA TA എന്നൊക്കെ കണ്ടിട്ടില്ലേ? DA എന്ന് പറഞ്ഞാല് ഡിയർനെസ് അലവൻസസ് എന്നാണ് കേട്ടോ. TA എന്താണ്? ട്രാവൽ അലവൻസസ് ആണ് കേട്ടോ. എന്താണ് ഈ ഡിയർനെസ് അലവൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡിയർനെസ് അലവൻസസ് എന്ന് പറഞ്ഞാൽ? DA എന്നാണ് നമ്മളത് പറയാം കേട്ടോ. അതായത് നമ്മൾ ഈ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു അധിക തുകയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് വർദ്ധിച്ചു വരുന്ന ലിവിങ് കോസ്റ്റ്, അല്ലെ? ആ ജീവിത ചെലവ് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ആ ഒരു അധിക തുകയെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, മൂന്നാമത് പറയുന്നത് എന്താണ്? ഇൻസെന്റീവ്സ് ആണ്. ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളാണ്. എന്ന് പറഞ്ഞാല് നമ്മളൊരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില പ്രോത്സാഹനങ്ങൾ, അല്ലെ? ചിലപ്പോൾ എന്തെങ്കിലും ഓഫറുകളായിരിക്കാം, ബോണസുകളായിരിക്കാം, ഡിസ്കൗണ്ടുകളായിരിക്കാം. ഇതൊക്കെ എന്താണ്? ഇൻസെന്റീവ്സ് ആണ്. എന്ന് വെച്ചാൽ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അവരെ കുറെ കൂടെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അത്തരം കാര്യങ്ങളെയാണ് ഇൻസെന്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഓഫർ ആവാം, ഡിസ്കൗണ്ടുകളാവാം, ബോണസുകളാവാം. അതൊക്കെ എന്താണ്? ഇൻസെന്റീവ്സിനകത്ത് പെടുന്നതാണ്. ഓക്കെ, പിന്നെ നാലാമത് വരുന്നതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്? രണ്ടും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ വളരെ ഹൈ ലെവലിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ശമ്പളത്തിന് പുറമെ അവർക്ക് കൊടുക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള ആനുകൂല്യങ്ങള്. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുന്നത് കമ്പനി കാറ് കൊടുക്കുക. ഓക്കെ, കമ്പനി കാറ് കൊടുക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, ജിം മെമ്പർഷിപ്പ് കൊടുക്കുക. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ നല്ല ഹൈ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാലറിക്ക് പുറമെ കൊടുക്കുന്ന ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളാണ്. അതിനൊക്കെ നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. വെച്ചാൽ വളരെ ഉയർന്ന ആനുകൂല്യങ്ങളാണ്. കമ്പനി കാറുകൾ കൊടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ ജിം മെമ്പർഷിപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. അത് തന്നെയാണ് ഈ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പെർക്വിസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർക്ക് എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കി പറയും, PERK പെർക്ക് കേട്ടോ. പെർക്വിസൈറ്റ്സ് എന്ന് പറയുമ്പോഴും ഇതേ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്പനി കാറ് കൊടുക്കാന്ന് പറഞ്ഞു. കമ്പനി കാറ് ദാറ്റ് ഈസ് എന്താണ്? ഫോർ ദ ഒഫീഷ്യൽ മീൻസ് പേഴ്സണൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് കമ്പനി കാറ് കൊടുക്കുക. സാധാരണ നമ്മൾ കമ്പനി കാറ് കൊടുക്കുമ്പോൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്
നമ്മളത് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കമ്പനി കാർ കൊടുക്കുക, ഫ്രീ മീൽസ് കൊടുക്കുക, അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന പെർക്വിസൈറ്റ്സുകളാണ്. അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സും പെർക്വിസൈറ്റ്സും എന്നൊക്കെ പറഞ്ഞ ഒരേ മീനിങ് ആണ് കേട്ടോ. ശമ്പളത്തിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ഉയർന്ന നിലവാരമുള്ള ആനുകൂല്യങ്ങളെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ വരുന്ന കമ്പോണൻസുകൾ. ഏതൊക്കെയാണ്? ഒന്ന് വേജ് ഓഫ് സാലറി, രണ്ടാമത്തത് ഡിയർനെസ് അലവൻസസ്, തേർഡ് വൺ ഇൻസെന്റീവ്സ്, ആൻഡ് ഫോർത്ത് വൺ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് കമ്പോണന്റ് നമുക്ക് എടുക്കാം. എന്താണ് റസീന? മൂന്നാമത്തത് ഇൻസെന്റീവ്സ് കേട്ടോ. ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില പ്രോത്സാഹനങ്ങള്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ബോണസ് കൊടുക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നത്, ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നത്, അതൊക്കെ എന്താണ്? ഇൻസെന്റീവ്സുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ കമ്പോണന്റ് നോക്കാം, വേജ് ഓർ സാലറി കേട്ടോ. അതിനകത്ത് നമ്മൾ വേജ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് കേട്ടോ. വേജ്, ഓക്കെ. എന്താണ് വേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ കറക്റ്റ് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് വേജ് എന്ന് പറഞ്ഞാൽ? ദ ടേം വേജ് റെഫേഴ്സ് ടു ദ remuneration paid to the workers appointed on hourly, daily or weekly basis in return for the service rendered. ലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എംപ്ലോയീസ് അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് നമ്മൾ ഒന്നുകിൽ മണിക്കൂർ അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തില് നമ്മൾ ജീവനക്കാരുടെ സേവനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിനെയാണ് നമ്മൾ വേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെന്താണ്? ഇറ്റ് വാരീസ് അക്കോർഡിംഗ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ്സ് ഓഫ് ദ ജോബ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജോലിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യകതകൾ, റിക്വയർമെന്റ്സിനനുസരിച്ച് അതില് വ്യത്യാസം വരാം. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതായത് ഇപ്പൊ ഓരോ ജോലികളുടെ നേച്ചറും വ്യത്യാസമുണ്ട് അല്ലെ. ഇപ്പൊ ചില ജോലികൾക്ക് വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള ചില ജോലികളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പൊ കൂലിപ്പണി ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്യുന്ന ആളുകള് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചൊരു ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ സെൻസറി എബിലിറ്റീസ് ഒക്കെ അവർക്ക് കൂടുതലായിട്ട് ആവശ്യം വരും. കാര്യം എന്താണ്? ആ ജോലിയുടെ നേച്ചർ അങ്ങനെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഫിസിക്കൽ റിക്വയർമെന്റ്സ് അവിടെ പറയുന്നത്. ഇനി മറ്റു ചില ജോലികൾക്കാണെങ്കിൽ മെന്റൽ റിക്വയർമെന്റ്സ്, ഒരു മെന്റൽ സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള ജോലികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഓഫീസ് വർക്കുകള്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലികള് അല്ലെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അത്തരം ജോലികൾക്കൊക്കെ നമുക്കൊരു മെന്റൽ സ്ട്രെങ്ത് ആവശ്യമാണ് അല്ലെ. അവർക്കെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. അതൊക്കെയാണ് അവർക്ക് ആവശ്യം. അതൊരു മെന്റൽ റിക്വയർമെന്റ്സ് ആവശ്യമായിട്ടുള്ള ജോലികളുണ്ട്, അതുപോലെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ആവശ്യമായിട്ടുള്ള ജോലികളുണ്ട്. അപ്പൊ ആ ഓരോ ജോലിയുടെയും ഫിസിക്കൽ മെന്റൽ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ഈ പറയുന്ന വേജില് വ്യത്യാസം വന്നേക്കാം. എല്ലാ ജോലികൾക്കും ഒരേ വേജ് ആണോ നമ്മൾ കൊടുക്കുന്നത്? അല്ല. ചിലപ്പോ കൂടുതൽ ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള ജോലികൾക്ക് നമ്മൾ കൂടുതൽ വേജ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ മെന്റൽ റിക്വയർമെന്റ്സ് അതിൽ തന്നെ ഒരുപാട് ആവശ്യമായിട്ടുള്ള ജോലികൾക്ക് കൂടുതൽ വേജ് കൊടുക്കും, അല്ലാത്തതിന് കുറവ് വേജ് കൊടുക്കും. അപ്പൊ അതിന് എന്തുണ്ടാവാം? ഈ പറയുന്ന പോലെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, പിന്നെന്താണ്? വേജ് മേ ബി മിനിമം വേജ്, ഫെയർ വേജ് ആൻഡ് ലിവിംഗ് വേജ് കേട്ടോ. ഓക്കെ, അതായത് വേജ് തന്നെ നമ്മള് മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. പ്രധാനമായിട്ട് 3 വേജുകളാണ്. ഏതൊക്കെയാണ്? മിനിമം വേജ്, രണ്ടാമത്തത് ഫെയർ വേജ് ആൻഡ് തേർഡ് വൺ ലിവിംഗ് വേജ്. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞപ്പോ? വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നുകിൽ ദിവസം അല്ലെങ്കിൽ മണിക്കൂർ, ആഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തില് എംപ്ലോയീസ് നൽകുന്ന സേവനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിനെയാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്. ഒരു വേജ് എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയുടെ ഫിസിക്കൽ മെന്റൽ റിക്വയർമെന്റ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. വേജ് പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മിനിമം വേജ്,
ഫെയർ വേജ്, അതുപോലെ തന്നെ ലിവിംഗ് വേജ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? മിനിമം വേജ് അല്ലെ. മിനിമം വേജ് എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം മിനിമം വേതനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നോക്കുക, ഇറ്റ് ഈസ് ദാറ്റ് വേജ് which is sufficient to meet the basic need of a worker and his family. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഒരു വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ റിക്വയർമെന്റ്സുകള് മീറ്റ് ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടുള്ള ആ ഒരു വേജിനെയാണ് നമ്മൾ മിനിമം വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം ആണ് കേട്ടോ. മിനിമം വേതനം എന്ന് പറയുമ്പോൾ വലിയ വലിയ ആവശ്യങ്ങളൊന്നും അല്ല. അതായത് ഒരു വ്യക്തിക്കും അവരുടെ ഫാമിലിയുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ആ ഒരു വേജിനെയാണ് നമ്മൾ മിനിമം വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദിസ് മിനിമം വേജ് ഹാസ് ടു ബി പെയ്ഡ് ടു ദ വർക്കർ irrespective of the capacity of the industry to pay. അല്ലെ, നമ്മള് ഒരു മിനിമം വേജ് എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും എന്തിനെ നമ്മൾ ഡിപ്പെൻഡന്റ് ആ ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റിനെ നമ്മൾ അവിടെ മാനിക്കുന്നില്ല. ആ ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി, ആ ഇൻഡസ്ട്രിക്ക് എത്രത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റും എന്നതിന് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി എത്ര തന്നെയാണെങ്കിലും ഈ ഒരു മിനിമം വേതനം അവിടുത്തെ എംപ്ലോയീസിന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുന്നു. കാര്യം ഇതൊരു അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളൊരു വേജ് മാത്രമാണ് അല്ലെ മിനിമം വേജ് എന്ന് പറയുന്നത്. ഇപ്പോ അവിടെ ഒരിക്കലും നമ്മൾ ആ ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി എത്ര തന്നെയാണെങ്കിലും ഈ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? വേറൊരു ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. The Committee on Fair Wage. The Committee on Fair Wage has defined minimum wage as the wage must provide not only for the bare sustenance of life, but for the preservation of the efficiency of the workers. Underline ചെയ്യാതെ അതൊരു ഡെഫിനേഷൻ ആണ്. The Committee on Fair Wage ന്റെ ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മിനിമം വേജ് ഇസ് ദ വേജ് that must provide not only for the bare sustenance of life but for the preservation of the efficiency of the workers. എന്ന് പറഞ്ഞാല് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ സസ്റ്റനൻസ് ഓഫ് ലൈഫ് അല്ലെ, അവരുടെ ഒരു ജീവിത ചെലവ്, അവരുടെ ഒരു ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ള വേജ് അല്ല, പകരം എന്തുകൂടെയാണ് ആ വർക്കേഴ്സിന്റെ എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമത അല്ലെ, അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി അത് പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വേജ് ആണ് മിനിമം വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ഒരു ബേസിക് ജീവിതാവശ്യങ്ങൾ അല്ലെ, അവരുടെ ആ ഒരു ഉപജീവനത്തിന് വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന വേജ് അല്ല, പകരം എന്തുകൂടെയാണ് ആ വർക്കേഴ്സിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു വേജിനെയാണ് നമ്മൾ മിനിമം വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ for this purpose minimum wage must provide some measures of education, medical requirements and amenities. ശരിക്കും പറഞ്ഞാല് മിനിമം വേജ് എന്ന് പറയുമ്പോൾ that should cover the basic education needs and medical facilities അല്ലെ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട അവരുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പർപ്പസുകളും അതുപോലെ അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട അവരുടെ മെഡിക്കൽ ഫെസിലിറ്റികളൊക്കെ കവർ ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഒരു മിനിമം വേതനം കൊടുക്കേണ്ടത്. മിനിമം വേതനം എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നിനും ഉപകരിക്കാത്ത രീതിയിലാവരുത്. ബേസിക് ആയിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷൻ നീഡ്സുകളും അത്യാവശ്യം വേണ്ട അവരുടെ മെഡിക്കൽ ഫെസിലിറ്റികളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് മിനിമം വേജ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്കും അവരുടെ ഫാമിലിയുടെ ഏറ്റവും ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പര്യാപ്തമായിട്ടുള്ള ഒരു വേജിനെ നമ്മൾക്ക് മിനിമം വേജ് എന്ന് പറയാം. അതൊരു ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി എത്ര തന്നെയാണെങ്കിലും അതിന് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എത്ര തന്നെയാണെങ്കിലും മിനിമം വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. പിന്നെ കമ്മിറ്റി ഓൺ ഫെയർ വേജിന്റെ ഡെഫിനേഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്? മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആ ഒരു ഉപജീവനത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല, പിന്നെന്താണ് ആ വർക്കേഴ്സിന്റെ കാര്യക്ഷമത പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു വേതനമാണ് മിനിമം വേതനം എന്ന് പറയുന്നത്. അതുപോലെ മിനിമം വേജ് എപ്പോഴും എങ്ങനെയായിരിക്കണം? That should cover the
ബേസിക് എഡ്യൂക്കേഷൻ നീഡ്സ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. അത്യാവശ്യം വേണ്ട അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളും അവരുടെ മെഡിക്കൽ ഫെസിലിറ്റികളും കവർ ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഫെയർ വേജ് കേട്ടോ. ഫെയർ വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ന്യായമായിട്ടുള്ള ഒരു വേതനം എന്നൊക്കെ നമ്മൾ പറയില്ലേ? എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താണ്, മിനിമം വേജിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു വേജ് ആണിത് ഫെയർ വേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു കമ്മിറ്റി ഓൺ ഫെയർ വേജ്, അവരുടെ തന്നെ മറ്റൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ഫെയർ വേജിന്റെ വേറൊരു ഡെഫിനിഷൻ ആണ് അക്കോർഡിംഗ് ടു കമ്മിറ്റി ഓൺ ഫെയർ വേജ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫെയർ വേജ് ഇസ് ദ വേജ് വിച്ച് ഈസ് എബവ് ദ മിനിമം വേജ് ബട്ട് ബിലോ ദ ലിവിംഗ് വേജ് കേട്ടോ. അതായത് മിനിമം വേജിന് മുകളിലും എന്നാൽ ഇനി നമ്മൾ അടുത്തത് പറയുന്ന ലിവിംഗ് വേജിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ആ ഒരു വേതനത്തിനെയാണ് നമ്മൾ ഫെയർ വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും മിഡിലായിട്ട് വരുന്ന വേജ് ആണ് ഫെയർ വേജ്. മിനിമം വേജിന് മുകളിലും അതേസമയം ലിവിംഗ് വേജിന്റെ താഴെയുമായിട്ട് വരുന്ന, അവയ്ക്കിടയിലായിട്ട് വരുന്ന ആ ഒരു വേജ് ആണ് ഫെയർ വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് ഫിക്സഡ് ബിറ്റ്വീൻ ദ മിനിമം വേജ് ആൻഡ് കപ്പാസിറ്റി ടു പേ ബൈ ദ ഇൻഡസ്ട്രി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോ നമ്മൾ ഈ ഒരു ഫെയർ വേജ് ഫിക്സ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മിനിമം വേജിനും അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് എത്രത്തോളം പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫെയർ വേജ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ എന്താണ്, മിനിമം വേജിന് നമ്മൾ അവിടെ ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ. ഇൻഡസ്ട്രിക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്ര തന്നെയാണെങ്കിലും മിനിമം വേജ് നിർബന്ധമായിട്ട് എംപ്ലോയീസിന് കൊടുക്കണം. പക്ഷെ ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ മിനിമം വേജിനും അതുപോലെ ആ ഒരു ഇൻഡസ്ട്രിക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ഫെയർ വേജ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫെയർ വേജ് ഇസ് ദ മിനിമം വേജ്. അപ്പർ ലിമിറ്റ് ഈസ് സെറ്റ് ബൈ ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ടു പേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും ഒരു ഫെയർ വേജിന്റെ ലോവർ ലിമിറ്റ് അപ്പൊ എന്തായിരിക്കും? ആ ഒരു ഫെയർ വേജിന്റെ ലോവർ ലിമിറ്റ് എന്തായിരിക്കും? മിനിമം വേജ് ആയിരിക്കും അല്ലെ, മിനിമം വേജ് ആയിരിക്കും. പിന്നെ അതിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു ഇൻഡസ്ട്രിക്ക് പേ ചെയ്യാനായിട്ട് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നതായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് അതിന്റെ അപ്പർ ലിമിറ്റ് നിശ്ചയിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് എന്ത് ഫെയർ വേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഫെയർ വേജ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. ലൈക്ക് ഒരു ഫെയർ വേജ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ഫാക്ടേഴ്സുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫെയർ വേജ് എന്തൊക്കെ ഫാക്ടേഴ്സുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ എന്താണ്? ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ആ ഒരു ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹൗ പ്രൊഡക്റ്റീവ് ദ വർക്കേഴ്സ് ആർ. വർക്കേഴ്സ് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ്, അവർ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ഓക്കെ, അതാണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഹൗ പ്രൊഡക്റ്റീവ് ദ വർക്കേഴ്സ് ആർ, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? പ്രിവൈലിംഗ് റേറ്റ്സ് ഓഫ് വേജ് ഇൻ സെയിം ഓർ നൈബറിംഗ് ലൊക്കാലിറ്റീസ്. ആ ഒരു പ്രദേശത്തും അതിന് തൊട്ട് അടുത്തുള്ള നൈബറിംഗ് ലൊക്കാലിറ്റീസുകളിലും ഈ പറയുന്ന ആ ഒരു വേതനത്തിന്റെ നിരക്ക് എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മള് കൂലിപ്പണിക്കാർക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു വേജ് ഉണ്ടല്ലോ, അത് ഒരു കാലഘട്ടം വരെ 800 രൂപയൊക്കെയാണ് അല്ലെ. പിന്നീട് ഇപ്പൊ അത് കൂടിയിട്ടുള്ള 1000 രൂപയൊക്കെയാണ് ഒരു ദിവസക്കൂലിയായിട്ട് കൂലിപ്പണിക്കാർക്കൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത് നമ്മുടെ ലൊക്കാലിറ്റിയിലും നമ്മുടെ നൈബറിംഗ് ലൊക്കാലിറ്റിയിലും ഒക്കെ ഏകദേശം ഏതൊരു നിരക്കിലാണ് അവർക്ക് ആ വേതനം വേജ് കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് മറ്റൊന്ന് കേട്ടോ. അതാണ് പ്രിവൈലിംഗ് റേറ്റ്സ് ഓഫ് വേജ് ഇൻ ദ സെയിം ഓർ നൈബറിംഗ് ലൊക്കാലിറ്റീസ്. ആ ഒരു നമ്മുടെ ലൊക്കാലിറ്റിയിൽ, ആ സെയിം ലൊക്കാലിറ്റിയിലും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള ലൊക്കാലിറ്റീസുകളിലും ഏത് നിരക്കിലാണ് അവിടെ വേജ് കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത് പറയുന്നത് ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ദേശീയ വരുമാനം. ഓക്കെ, നമ്മുടെ ദേശീയ വരുമാനം, അതായത് നമ്മൾ പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളും
നമ്മുടെ രാജ്യത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ആ ഒരു വരുമാനം അല്ലെ, നമ്മുടെ നാഷണൽ ഇൻകം, ആ ദേശീയ വരുമാനം, അത് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഷെയർ ചെയ്തു പോകുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ദ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഈ പറയുന്ന 4 കാര്യങ്ങളെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫെയർ വേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഫെയർ വേജ് കൊടുക്കുന്നത് ഈ പറയുന്ന 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ഓക്കെ. രണ്ടാമത്തത് എന്താണ്, പ്രിവൈലിംഗ് റേറ്റ്സ് ഓഫ് വേജ് ഇൻ ദ സെയിം ഓർ നൈബറിംഗ് ലൊക്കാലിറ്റി, നമ്മുടെ ആ പ്രദേശത്തും അതിനോടനുബന്ധിച്ചുള്ള നൈബറിംഗ് ലൊക്കാലിറ്റീസിലും ഏത് നിരക്കിലാണ് വേജ് കൊടുക്കുന്നത്. മൂന്നാമത്തത് നാഷണൽ ഇൻകം ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, അല്ലെ, അതായത് നമ്മുടെ ദേശീയ വരുമാനം അത് എങ്ങനെ നമ്മുടെ രാജ്യത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ, അതിന്റെ സ്ഥാനം എത്രത്തോളം ഉണ്ട്, ഈ പറയുന്ന 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫെയർ വേജ് അവിടെ തീരുമാനിക്കുന്നത്. Thus, fair wage is determined on the basis of capacity of the industry to pay and region in which industry is located. കണ്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ആ ഒരു ഇൻഡസ്ട്രിക്ക് പേ ചെയ്യാനായിട്ട് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നും, അതുപോലെ ആ ഇൻഡസ്ട്രി എവിടെയാണ്, ഏത് പ്ലേസിലാണ് അത് എന്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് റീജിയൻ അനുസരിച്ചുകൊണ്ടും ആണ് നമ്മൾ ഫെയർ വേജ് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ ഫെയർ വേജ് എന്താന്നുള്ളത്? ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നതാണ് ലിവിംഗ് വേജ് കേട്ടോ. ഇതാണ് ലിവിംഗ് വേജ്. എന്താണ് ലിവിംഗ് വേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക. ഇറ്റ് ഈസ് ദ വേജ് ദാറ്റ് പ്രൊവൈഡ് സം ഓഫ് ദ കംഫർട്ട്സ് ഓഫ് ലൈഫ് കേട്ടോ. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒരു ലൈഫിന്റെ അത്യാവശ്യം വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു വേജിനെയാണ് നമ്മൾ ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് മിനിമം വേജ് എന്ന് പറയുമ്പോൾ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു വേജ് ആണ്. ഫെയർ വേജ് എന്ന് പറയുമ്പോൾ മിനിമം വേജിന് മുകളിലും പിന്നെ ഇൻഡസ്ട്രിക്ക് എത്രത്തോളം പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഫെയർ വേജ് തീരുമാനിക്കുന്നത്. ലിവിംഗ് വേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ടോപ്പ് ലെവൽ ഓഫ് വേജ് ആണ്. അതായത് നമ്മുടെ ഒരു ലൈഫിന്റെ അത്യാവശ്യം വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ആ ഒരു വേജിനെയാണ് നമ്മൾ ലിവിംഗ് വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. It provides certain amenities considered necessary for the well-being of the worker. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കറിന്റെ അവരുടെ ക്ഷേമത്തിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ് മാത്രമല്ല, അത്യാവശ്യം അവരുടെ ലൈഫിന്റേതായ ആ ഒരു ഫെസിലിറ്റികളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വേജ് ആണ് ലിവിംഗ് വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഡെഫിനേഷൻ ആണ്. അപ്പൊ അതൊന്ന് നോക്കുക കേട്ടോ. According to Fair Wage Committee, Fair Wage Committee അനുസരിച്ച് അവരെങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? The living wage should enable the male earner to provide for himself and his family not merely the bare essentials of food, clothing and shelter, but also a measure of a frugal comfort, including education for children, protection against ill health, requirements of essential social needs, and measure of insurance against the more important misfortunes including old age. വലിയൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ ആ ഡെഫിനേഷൻ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം കേട്ടോ. അതായത് ഒരു ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അവരെ സ്വയം സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പര്യാപ്തമായിട്ടുള്ള ആ ഒരു വേജ് ആണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അവരെ സെൽഫ് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അവരുടെ ഫാമിലിയെയും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു വേജ് ആണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ഇപ്പൊ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ അതിനെ സാറ്റിസ്ഫൈ ചെയ്യൽ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ അല്ലെ. ഭക്ഷണം വേണം, വസ്ത്രം വേണം, അവർക്ക് ഷെൽട്ടർ വേണം. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വേജ് അല്ല. ബട്ട് ഇറ്റ് ഷുഡ് ആൾസോ കവർ, എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് അവര്? എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ ഫോർ കിഡ്സ്, അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം അതവിടെ കവർ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹെൽത്ത് കെയർ അല്ലെ, അവരുടെ എന്താണ് ഈ പറയുന്ന പോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അത് കവർ ചെയ്തു പോകുന്നുണ്ട്. സോഷ്യൽ നീഡ്സ് കവർ ചെയ്തു പോകുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ അവരുടേതായിട്ടുള്ള സോഷ്യൽ നീഡ്സുകൾ അത് കവർ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സം സേവിങ്സ് ഫോർ ദ ടഫ് ടൈം അല്ലെ. നമ്മുടെ ഒരു ടഫ് ആയിട്ടുള്ള സമയത്ത് അത്യാവശ്യം വേണ്ട സേവിങ്സ്. ടഫ് ടൈം എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ ഓൾഡ് ഏജ് അല്ലെ, നമുക്ക് വയസ്സാവുന്ന സമയത്ത് ആ ഒരു സമയത്തേക്കുള്ള ആ ഒരു എന്താ പറയുക സം സേവിങ്സും കൂടെ അവിടെ കവർ ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിൽ ഉള്ള വേതനമാണ് ലിവിംഗ് വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ഡെഫിനിഷനിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് ഷുഡ് എനേബിൾ ദ ലേ ലേണർ ടു പ്രൊവൈഡ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. കണ്ടോ, അയാൾക്ക് സ്വയം സപ്പോർട്ട് ചെയ്യാൻ, അയാളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ നോട്ട് മിയർലി ദ ബെയർ എസെൻഷ്യൽ ഓഫ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അതുപോലെ അവരുടെ ബേസിക് നീഡ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ അത് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ല, പിന്നെ എന്തുകൂടിയാണ്? ഇറ്റ് ആൾസോ എ മെഷർ ഓഫ് ഫ്രൂഗൽ കംഫർട്ട് ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അല്ലെ. കിഡ്സിന് വേണ്ട എഡ്യൂക്കേഷൻ അവിടെ കവർ ചെയ്തു പോകുന്നുണ്ട്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൽ ഹെൽത്ത്, അവരുടെ ഹെൽത്ത് കെയർ കവർ ചെയ്തു പോകുന്നുണ്ട്. റിക്വയർമെന്റ്സ് ഓഫ് എസെൻഷ്യൽ സോഷ്യൽ നീഡ്സ്, അവരുടെ സോഷ്യൽ നീഡ്സ് കവർ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് മോർ ഇമ്പോർട്ടന്റ് മിസ്ഫോർച്യൂൺസ് ഇൻക്ലൂഡിംഗ് ഓൾഡ് ഏജ്. അതാണ് പറയുന്നത് സം സേവിങ്സ് ഫോർ ദ ടഫ് ടൈംസ്, ദാറ്റ് മീൻസ് ദെയർ ഓൾഡ് ഏജ് അല്ലെ. അവരുടെ ടഫ് ടൈംസിൽ അത്യാവശ്യം വേണ്ട സം സേവിങ്സും കൂടെ അവിടെ കവർ ചെയ്യുന്ന തരത്തില് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വേജിനെയാണ് ലിവിംഗ് വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 ടൈപ്പ് വേജ് മനസ്സിലായോ? മിനിമം വേജ്, ഫെയർ വേജ്, ലിവിംഗ് വേജ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സാലറി ആണ് കേട്ടോ. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സാലറി? ഓക്കെ, ദ ടേം സാലറി refers to remuneration paid to the employees appointed on monthly or annual basis in return for the service rendered. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു എംപ്ലോയി അവർ നൽകുന്ന സേവനത്തിന് പകരമായിട്ട് ഒന്നുകിൽ നമ്മൾ പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം അവർക്ക് കൊടുക്കുന്ന ആ ഒരു റെമ്യൂണറേഷൻ, പ്രതിഫലത്തിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. വേജിനെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഒന്നുകിൽ ദിവസം അല്ലെങ്കിൽ മണിക്കൂർ, ആഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന റെമ്യൂണറേഷനെ നമ്മൾ വേജ് എന്നാണ് പറയുന്നത്. അതേസമയം സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിമാസം അല്ലെ, അല്ലെങ്കിൽ പ്രതിവർഷം അല്ലെ, വർഷാടിസ്ഥാനത്തില് അല്ലെങ്കിൽ പ്രതിമാസം നമ്മൾ ഒരു വ്യക്തിയുടെ സേവനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിനെയാണ് സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഒഫീഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് സാലറിയാണ് അല്ലെ. ഓക്കെ, thus it refers to monthly rate of pay irrespective of the number of hours put in by employees. നമ്മളിവിടെ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നുള്ളതിലല്ല, പകരം അതൊരു മാസ നിരക്കായിട്ടാണ് ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. മാസമായിട്ടാണ് കൊടുക്കുന്നത് അല്ലെ, മന്ത്ലി പേയ്മെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ എത്ര മണിക്കൂർ അവിടെ വർക്ക് ചെയ്യുന്നു അത് നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഒരു പ്രതിമാസ വേതനമായിട്ടാണ് അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് ടേക്ക് ഹോം സാലറി. ടേക്ക് ഹോം സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി തന്നെ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്ന ടേം എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് സാലറി. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇറ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് സാലറി റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി taking all the deductions towards the payment of income tax, LIC premium and contribution to PF etc. Okay, അതായത് നമ്മൾ ഈ പറയുന്ന ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളുണ്ട് അല്ലെ, ഇൻകം ടാക്സ് അല്ലെങ്കിൽ LICയുടെ പ്രീമിയം, അതുപോലെ PF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അങ്ങനെയുള്ള എല്ലാ കിഴിവുകളും അതിനെ ഒഴിവാക്കിയുണ്ട് അല്ലെ. എല്ലാ കിഴിവുകളും നടത്തിയതിന് ശേഷം നമ്മൾക്ക് ജീവനക്കാരന് ലഭിക്കുന്ന ആകെ ആ ഒരു എമൗണ്ടിനെയാണ്, നെറ്റ് എമൗണ്ടിനെയാണ് നമ്മൾ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത് അല്ലെ. ഒരു സാലറി കിട്ടി കഴിഞ്ഞാൽ തന്നെ അതിൽ പല ഡിഡക്ഷൻസ് വരും അല്ലെ. ചിലവർ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും,
LIC എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ LIC പ്രീമിയത്തിന്റെ ഒരു എമൗണ്ട് അതിൽ നിന്ന് പോകും. അതുപോലെ PF ഉണ്ടെങ്കിൽ PF-ലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ പോകും അല്ലെ. അങ്ങനെ എല്ലാ കിഴിവുകളും നടത്തിയതിനു ശേഷം ആ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് വരുന്ന നെറ്റ് എമൗണ്ട് ഓഫ് സാലറി ഉണ്ടല്ലോ, അതിനെയാണ് ടേക്ക് ഹോം സാലറി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടേക്ക് ഹോം സാലറി. ഓക്കെ, ക്ലിയർ ആണോ? സാലറി ആൻഡ് ടേക്ക് ഹോം സാലറി. ഓക്കെ, അപ്പൊ ആദ്യത്തെ കമ്പോണന്റ് കഴിഞ്ഞു കേട്ടോ. വേജ് ആൻഡ് സാലറി കഴിഞ്ഞു. വേജ് തന്നെ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. ദെൻ സാലറി, അതുപോലെ ടേക്ക് ഹോം സാലറി. ഓക്കെ, അടുത്തത് കേട്ടോ, രണ്ടാമത്തെ കമ്പോണന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഡിയർനെസ് അലവൻസ് ആണ് അല്ലെ. DA എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഡിയർനെസ് അലവൻസ്. എന്താണ് ഡിയർനെസ് അലവൻസ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ നേരിടാനായിട്ട് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന അധിക തുകയെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ വായിക്കാം. അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ മിനിമം വേജസ് ആക്ട് കേട്ടോ. മിനിമം വേജസ് ആക്ടിന്റെ ഏതാണ്? 3ാമത്തെ സെക്ഷൻ മിനിമം വേജസ് ആക്ട് ഉണ്ട്. ആ ഒരു ആക്ടിന്റെ സെക്ഷൻ 3 അനുസരിച്ച് അണ്ടർ സെക്ഷൻ 3 എന്താണ് പറയുന്നത്? ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. DA is described as the cost of living allowance. DA is described as a cost of living allowance. ജീവിത ചെലവ് അല്ലെ. ജീവിത ചെലവ് എന്താണ്? നിറവേറ്റാനായിട്ട് അല്ലെങ്കിൽ നേരിടാനായിട്ട് നമ്മൾ എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ ഒരു അധിക തുകയെയാണ് നമ്മൾ DA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, it is given to protect the real wages of workers during inflation. Okay, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? It is given to protect the real wages of workers during inflation. Inflation എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഇൻഫ്ലേഷൻ, അതുപോലെ ഡിഫ്ലേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പണപ്പെരുപ്പം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഈ ഇൻഫ്ലേഷൻ സമയത്ത്, പണപ്പെരുപ്പ സമയത്ത് അവരുടെ റിയൽ വേജസ്, അവരുടെ യഥാർത്ഥ ശമ്പളത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പമാണ്. എന്ന് പറഞ്ഞാൽ പണത്തിന്റെ മൂല്യം അവിടെ കുറയാണ്. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പണത്തിന്റെ മൂല്യം കുറയാണ്, പക്ഷെ കോസ്റ്റ് കൂടാണ്, ചെലവ് കൂടാണ്. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് പണത്തിന്റെ മൂല്യം കുറയാണ്, പക്ഷെ എന്താണ്? ലിവിങ് കോസ്റ്റ് കൂടുതലാണ്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്കൊരു 100 രൂപയ്ക്ക് ഒരു 10 ചോക്ലേറ്റ് കിട്ടിയിരുന്നു എന്ന് വിചാരിക്കാം. 100 രൂപയ്ക്ക് നമുക്കൊരു 10 ചോക്ലേറ്റ് കഴിഞ്ഞ വർഷം കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ ഈ വർഷം നമുക്ക് ആ ഒരു 100 രൂപയ്ക്ക് 8 ചോക്ലേറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? അതൊരു ഇൻഫ്ലേഷൻ ആണ്. പണത്തിന്റെ മൂല്യം കുറയാണ്. സെയിം എമൗണ്ട് ഓഫ് മണിക്ക് നമുക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ? ഫ്യൂ സ്റ്റഫ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സെയിം എമൗണ്ട് ഓഫ് മണിയാണ്, പക്ഷെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് നമുക്ക് ഒരു 10 ചോക്ലേറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? ആ പണത്തിന്റെ മൂല്യം കുറയാണ്. അതേ 100 രൂപയ്ക്ക് നമുക്ക് വെറും 8 ചോക്ലേറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സെയിം എമൗണ്ട് ഓഫ് മണിക്ക് നമുക്ക് ഫ്യൂവർ സ്റ്റഫ് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോ അത് എംപ്ലോയീസ് അവരുടെ പർച്ചേസിങ്ങിന്, ആ പർച്ചേസിങ് പവറിന് അത് റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടത്ര സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇൻഫ്ലേഷൻ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാണ്? പണപ്പെരുപ്പം വരണം. പണത്തിന്റെ മൂല്യം കുറയുമ്പോ നമ്മൾ ആ സെയിം എമൗണ്ട് ഓഫ് മണിക്ക് നമ്മൾ ആദ്യം വാങ്ങിച്ചിരുന്ന അത്ര സാധനങ്ങൾ അത്രയും നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന യഥാർത്ഥ സാലറി ഒന്നും വാങ്ങാനായിട്ട് നമുക്ക് തികയാത്തൊരവസ്ഥയാവും. മനസ്സിലായി? നമുക്ക് ആദ്യം നമ്മൾക്ക് ഒരു കിട്ടിയിരുന്ന ഒരു സാലറിയില് നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടുന്ന സാലറിക്ക് അത്രയും പോലും സാധനങ്ങൾ നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും അല്ലെ. അപ്പൊ എന്തുണ്ടാവും? അവരുടെ ആ ഒരു എന്താ ലിവിങ് കോസ്റ്റ് അവിടെ കൂടുകയാണ് അല്ലെ. ജീവിത ചെലവ് അവിടെ കൂടുകയാണ്. അങ്ങനെ ജീവിത ചെലവ് കൂടുമ്പോ അവർക്ക് കിട്ടുന്ന സാലറി അവർക്ക് മതിയാകാതെ വരും അല്ലെ. ആ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു തുകയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഗിവൺ ടു പ്രൊട്ടക്ട് ദ റിയൽ വേജസ് ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ സമയത്ത് അവരുടെ റിയൽ വേജസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അധിക തുകയുണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ഡിയർനെസ് അലവൻസ്. ഓക്കെ, ഇൻ ഇന്ത്യ ഇറ്റ് ഹാസ് ബിക്കം ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ വേജ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന വേജ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ്
ഇന്റഗ്രൽ പാർട്ടായിട്ടാണ് നമ്മൾ ഈ പറയുന്ന DA കണക്കാക്കുന്നത്. നമ്മുടെ നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ എല്ലായിടത്തും ഉണ്ടാവും. ഇന്ത്യയിൽ മാത്രമല്ല, ഇൻഫ്ലേഷൻ വരും, ഡിഫ്ലേഷൻ വരും, ചില സമയത്ത് പണപ്പെരുപ്പം വരും, പണച്ചുരുക്കം വരും അല്ലെ. അതായത് പണത്തിന്റെ മൂല്യം കുറയുന്ന സമയം ഉണ്ടാവും, പണത്തിന്റെ മൂല്യം കൂടുന്ന സമയം ഉണ്ടാവും. അങ്ങനെ പല പല അങ്ങനത്തെ ഒരു എക്കണോമിക് സിസ്റ്റം ആണ് അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ വേജ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇന്റഗ്രൽ പാർട്ടാണ് എന്ത്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻഫ്ലേഷൻ സമയത്ത് നമ്മുടെ യഥാർത്ഥ ശമ്പളത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. ക്ലിയർ? മനസ്സിലായില്ലേ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, along with the DA, other allowances like city compensatory allowance, CCA, എന്റെ ഒക്കെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ് HRA, മെഡിക്കൽ അലവൻസ് MA, എഡ്യൂക്കേഷൻ അലവൻസ് EA, conveyance allowance etc. also form the part of compensation package. അപ്പൊ നമ്മൾ DA പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ പറയുന്ന കോമ്പൻസേഷനില് മറ്റു പല അലവൻസുകളും അനുവദിക്കുന്നുണ്ട്. എന്തൊക്കെ അലവൻസുകളാണ്? ഒന്ന് CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. എന്താണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാല്, ഈ ബിഗ് സിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, വലിയ വലിയ സിറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ എമൗണ്ട് ആണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അതായത് നമ്മൾ വലിയ വലിയ സിറ്റികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ വലിയ സിറ്റികളിൽ എന്ത് കൂടുതലായിരിക്കും, ലിവിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും വലിയൊരു സിറ്റിയിൽ പോയി വർക്ക് ചെയ്യുമ്പോഴും അവിടെ ലിവിംഗ് കോസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലെ. വലിയ വലിയ സിറ്റികളിലാവുമ്പോൾ അവിടെ എന്ത് കൂടുതലായിരിക്കും, ലിവിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും, സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും, എല്ലാത്തിനും അവിടെ റെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ബിഗ് സിറ്റീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന അലവൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ഓക്കെ, പിന്നെ ഹൗസ് റെന്റ് അലവൻസ് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഈ പറയുന്ന വീട് റെന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കും. ഓക്കെ, കമ്പനിയായിട്ട് തന്നെ ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കും. അതുപോലെ മെഡിക്കൽ അലവൻസുകൾ ഉണ്ട് അല്ലെ. അവരുടെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ പറയുന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ വന്നാൽ അവർക്ക് മെഡിക്കൽ അലവൻസുകൾ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൺവെയൻസ് അലവൻസ്. കൺവെയൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ ട്രാവൽ അലവൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വണ്ടിയിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ പെട്രോള് അല്ലെ, അങ്ങനെയുള്ള അലവൻസുകളൊക്കെ കൊടുക്കും. അപ്പൊ ഫെയർ, ബസ് ഫെയർ, അങ്ങനെയുള്ള അലവൻസുകളൊക്കെയാണ് കൺവെയൻസ് അലവൻസ് എന്നതുകൊണ്ട്. TA എന്നൊക്കെ നമ്മൾ പറയില്ലേ, ട്രാവൽ അലവൻസ്, അത് തന്നെയാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള അലവൻസുകളൊക്കെ ഈ പറയുന്ന കോമ്പൻസേഷൻ പാക്കേജിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ ഡിയർനെസ് അലവൻസ് മാത്രമല്ല കൊടുക്കുന്നത്, CCA കൊടുക്കുന്നുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ അലവൻസ് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ കൺവെയൻസ് അലവൻസ് ഒക്കെ, ദാറ്റ് ഈസ് ആൾസോ ദ പാർട്ട് ഓഫ് എ compensation package. Okay. However, inclusion of all these allowances in the compensation depends on nature and type of job, contents of job, place of job, terms and condition of appointment, capacity of the employer, etc. നമ്മൾ ഈ പറയുന്ന അലവൻസുകളൊക്കെ കോമ്പൻസേഷൻ പാക്കേജിന്റെ ഭാഗങ്ങളാണ്. എന്നിരുന്നാലും നമ്മൾ ഈ പറയുന്ന അലവൻസുകളൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ? ഒന്ന് നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ജോബ് അല്ലെ, ആ ജോലിയുടെ രീതി എന്താണ്. നമ്മൾ എല്ലാ ജോലിയും ഒരുപോലെയല്ല. അപ്പൊ നമ്മൾ നേരത്തെ വേജിന്റെ കാര്യം പറഞ്ഞപ്പോ ചിലതിന് ഫിസിക്കൽ സ്ട്രെങ്ത് വേണം, ചിലതിന് മെന്റൽ സ്ട്രെങ്ത് വരും. ഓരോ ജോലിയുടെ നേച്ചർ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ജോബ് അതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ കണ്ടന്റ്സ് ഓഫ് ജോബ്, ആ ജോബ് ഏത് രീതിയിലുള്ള ജോലിയാണ് അല്ലെ. ആ ജോബ് കണ്ടന്റ് മീൻസ് അത് ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമുള്ള ജോബാണോ, അത് കൂടുതൽ മെന്റൽ സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള ജോബാണോ, അതിനനുസരിച്ചിരിക്കും. പിന്നെ പ്ലേസ് ഓഫ് ജോബ് അല്ല, ആ ജോലിയുടെ സ്ഥലം വലിയ സിറ്റിയിലാണെങ്കിൽ അതിനനുസരിച്ച് അലവൻസുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതേസമയം ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള ലിവിംഗ് കോസ്റ്റേ വരുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള അലവൻസ് അവർക്ക് കൊടുത്താൽ മതിയാകും അല്ലെ. അപ്പൊ പ്ലേസ് ഓഫ് ജോബ്, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്, അവർക്കൊരു അപ്പോയിന്റ്മെന്റുമായിട്ട് അവരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ കപ്പാസിറ്റി ഓഫ് എംപ്ലോയർ,
ദാറ്റ് മീൻസ് ആ ഒരു തൊഴിലുടമ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ കപ്പാസിറ്റി പ്രധാനപ്പെട്ടതാണ്. ആ സ്ഥാപനത്തിന് എത്രത്തോളം അലവൻസ് കൊടുക്കാനുള്ള ആ ഒരു വരുമാനം സ്ഥാപനത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള അലവൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന എല്ലാ അലവൻസും അവർക്ക് കൊടുക്കാം. അതേസമയം അത്ര വലിയ പ്രോഫിറ്റബിൾ അല്ലാത്ത നോർമൽ രീതിയിലൊക്കെ റൺ ചെയ്ത് പോകുന്ന സ്ഥാപനങ്ങളാകുമ്പോൾ അവർക്ക് അത്ര വലിയ കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അലവൻസുകളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ ഡിയർനെസ് അലവൻസ് ഒക്കെ എന്താണെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. മൂന്നാമത്തെ കമ്പോണന്റ് എന്താണ്? ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ, ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹനം എന്ന് പറഞ്ഞു അല്ലെ. അതായത് നമ്മളൊരു എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ. ഓക്കെ, അതിനെയാണ്, അത് ഓഫർ ആവാം, ഡിസ്കൗണ്ട് ആവാം, ബോണസുകൾ ആവാം, അതിനെയൊക്കെയാണ് നമ്മൾ ഇൻസെന്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇൻസെന്റീവ് ഇസ് എ റിവാർഡ് പെയ്ഡ് ഇൻ അഡീഷൻ ടു വേജസ്, whether monetary or not, that motivates or compensates an employee for the performance above the standard. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ശമ്പളത്തിന് മുകളിലായിട്ട്, ശമ്പളത്തിന് പുറമെ നമ്മൾ ഒന്നുകിൽ മോണിറ്ററി ആയിട്ട് പണമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പണമല്ലാത്ത രീതിയിൽ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കുറെ കൂടെ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു റിഗാർഡിനെയാണ് ഇൻസെന്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ പെർഫോമൻസിനെ കുറെ കൂടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ്, ഒരു എബവ് സ്റ്റാൻഡേർഡ്, സാധാരണത്തെക്കാളും കുറെ കൂടെ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡിലോട്ട് എന്താണ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പണമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പണമല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഇൻസെന്റീവ്സ്. ഓക്കെ, ഇനി പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ് depends on productivity, sales and profit of the organization. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ഈ ഇൻസെന്റീവ്, നമ്മൾ കൊടുക്കുന്ന ഇൻസെന്റീവ് ഉണ്ടല്ലോ, അത് എന്തിനെ ആശ്രയിച്ചിട്ടിരിക്കും? ഒന്ന് പ്രൊഡക്ടിവിറ്റി, അതായത് ആ ഒരു എന്താണ് വർക്കറിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ അവരുടെ സെയിൽസ്, അവരുടെ വിൽപ്പന, പിന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ലാഭം, പ്രോഫിറ്റ്, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇൻസെന്റീവ് കൊടുക്കുന്നത്. എല്ലാ ആളുകൾക്കും ഇൻസെന്റീവ് ഒന്നും കൊടുക്കില്ല. ഏറ്റവും നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇൻസെന്റീവ്സ് കൊടുക്കും, എല്ലാ ആളുകൾക്കും കൊടുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻസെന്റീവ് എന്ന് പറയുന്നത് അതൊരു വർക്കറുടെ പ്രൊഡക്ടിവിറ്റിനെ, പിന്നെ അവരുടെ സെയിൽസ്, പിന്നെ ആ കമ്പനിയുടെ ലാഭം, പ്രോഫിറ്റബിൾ ആണെങ്കിൽ കൊടുക്കും അല്ലെ, എംപ്ലോയീസിന് കൊടുക്കും. ഈ പറയുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസെന്റീവ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കേട്ടോ. നാലാമത്തെ കമ്പോണന്റ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസൈറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞല്ലോ, ഉയർന്ന ആനുകൂല്യങ്ങളെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ശമ്പളത്തിന് പുറമെ നമ്മൾ കൊടുക്കുന്ന കമ്പനി കാറ് കൊടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, ഇതൊക്കെ എന്താണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. നോക്കുക, ഇറ്റ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എനി ഓഫ് എ വെറൈറ്റി ഓഫ് നോൺ വേജ് or supplemental benefits that the employees receive in addition to their regular wages. അവരുടെ റെഗുലർ വേജസിന് പുറമെ, ഒരു റെഗുലർ വേജസിന് പുറമെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള സപ്ലിമെന്റൽ ആയിട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. അതിന് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് കേട്ടോ, ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഇറ്റ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് any of a variety of non-wage or supplemental benefits that employee receive in addition to their regular wages. Employee അവരുടെ റെഗുലർ വേജസിന് പുറമെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്ലിമെന്റൽ ബെനിഫിറ്റ്സിനെ പറയുന്ന ഒരു ടേം ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിളുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ദീസ് ഇൻക്ലൂഡ് സച്ച് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. എന്തൊക്കെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ്? പ്രൊവിഡന്റ് ഫണ്ട്, PF, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി അല്ലെ. ഗ്രാറ്റുവിറ്റി നമ്മൾ സാധാരണ ജോലിയൊക്കെ അവസാനിച്ച് വിരമിക്കുന്ന സമയത്തൊക്കെ കൊടുക്കുന്നതാണ് ഗ്രാറ്റുവിറ്റി. അതുപോലെ മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ, ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേസ്, ശമ്പളത്തോടു കൂടി കൊടുക്കുന്ന വേതനം അല്ലെ, പെയ്ഡ് ഹോളിഡേസ് അതായത് ശമ്പളത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന അവധികള്, അതുപോലെ ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, പെൻഷൻ, ഇതൊക്കെയാണ് ഇത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനകത്ത് വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
അതായത് നമ്മൾ ശമ്പളത്തിന് പുറമെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് ഗ്രാറ്റുവിറ്റി, PF, മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ, ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേസ്, നമ്മൾ ശമ്പളത്തോടു കൂടി അവധികളൊക്കെ കൊടുക്കില്ലേ അത്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലാസ്സിൽ ഇരിക്കുന്നവരൊന്ന് പറയോ? ഓക്കെ, ഇന്ന് ഇത്രയും മതി കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ ശിവൻകുട്ടന് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ, ഇനി എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എക്സാം നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് കേട്ടോ. അതായത് എന്താണ്, ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻസ്, അത് നന്നായിട്ട് മനസ്സിലാക്കി എഴുതാം കേട്ടോ. അതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നമ്മുടെ ഇമെയിൽ ID കൊടുക്കണം. ഇമെയിൽ ID കൊടുക്കുക, നമ്മുടെ പേര് കംപ്ലീറ്റ് ആയിട്ട് അവിടെ എഴുതുക, നമ്മുടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത്, ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ഇൻവിജിലേറ്ററിനോട് പറയണം, ഓക്കെ എന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ റോൾ നമ്പർ ഇത്രയാണെന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇൻവിജിലേറ്ററോട് പറയണം. അങ്ങനെ പറഞ്ഞ് അവരത് നോക്കും. നോക്കിയിട്ട് നിങ്ങളുടെ സബ്മിഷൻ അവിടെ റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ പറയുമ്പോൾ മാത്രമേ നെക്സ്റ്റ് ആവാനായിട്ട് പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചതിന് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിന് കറക്റ്റ് ആയിട്ട് നോക്കി മാർക്ക് ചെയ്ത് പോവാ കേട്ടോ. നിങ്ങൾ അതൊക്കെ നോക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇൻവിജിലേറ്ററിനോട് പറയണം, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പേര് പറയണം, റോൾ നമ്പർ ഒക്കെ പറയണം കേട്ടോ. അവര് ഉറപ്പ് വരുത്തണം. നമ്മൾ വെറുതെ സബ്മിറ്റ് ചെയ്ത് ഓക്കെ സബ്മിറ്റ് ആയി കരുതി ലെഫ്റ്റ് ആയി പോകരുത്, അവരോട് പറയണം. കാരണം നിങ്ങളുടെ സബ്മിഷൻ അവിടെ റെക്കോർഡ് ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അവരത് നോക്കി കൺഫേം ചെയ്തിട്ട് നിങ്ങളോട് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ലെഫ്റ്റ് ചെയ്ത് പോകാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എക്സാം. ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്യണം കേട്ടോ. കാര്യം ഇതിപ്പോ ടേം എക്സാം ഒക്കെ നിങ്ങൾക്ക് ഒരു അവസരമാണ്. ഫൈനൽ എക്സാമിന് നമുക്ക് അങ്ങനെ ഒരു അബദ്ധം വരാൻ പാടില്ലല്ലോ. അതിനെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും കൂടെ നിങ്ങൾ പറയാം. ഗ്രൂപ്പിൽ നിങ്ങളുടെ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കണം കേട്ടോ. അവരൊക്കെ പറഞ്ഞു തരും. അതും ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നീ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാതെ പ്രശ്നം വരരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയാവില്ലേ. എക്സാം ഒക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കണ്ടേ, കോൺവൊക്കേഷൻ ഒക്കെ വരണ്ടേ നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതർവൈസ് നമുക്ക് ക്ലാസ് വേണ്ടി പേര്. ഓക്കെ, ഇതിന്റെ ഡൗട്ട്സ് എക്സാമിനെ പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, എന്നോട് ചോദിച്ചാൽ മതി. ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇടേണ്ട. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.